അരുൺ, സാധാരണ ജയിലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികളാണെങ്കിൽ കൂടി അവർക്കൊരു അവരെ കുറിച്ചൊരു മേൽനോട്ടോ അല്ലെങ്കിൽ CCTV അടക്കം വെച്ചുള്ള നിരീക്ഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രതി ഈ തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചൊരു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുമ്പോൾ ഇത് ജയിലിനകത്തെ സുരക്ഷ കൂടി ചോദ്യം ചെയ്യുന്നതാണോ? എന്താണ് അരുൺ ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? ആരുടെങ്കിലും ജയിൽ അധികൃതരുമായൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അഫാനെ UTB ബ്ലോക്ക് എന്ന് പറയുന്ന പ്രത്യേക ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ മാവോയിസ്റ്റ് തടവുകാരും അതുപോലെ തന്നെ പ്രശ്നക്കാരായ തടവുകാരും എപ്പോഴും നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് UTB ബ്ലോക്ക്. അതുപോലെ തന്നെ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അഫാനോടൊപ്പം ഒരു തടവുകാരനെ എപ്പോഴും നിരീക്ഷണത്തിന് പാർപ്പിച്ചിരുന്നു. ഇന്നേ ദിവസം ഈ രാവിലെ ഈ തടവുകാരെ TV കാണിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ച രാവിലെ. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനും തടവുകാരെ അനുവദിക്കുന്ന ദിവസമാണ്. അവിടെ എപ്പോഴും നിരീക്ഷണത്തിന് 2 പ്രസിഡന്റ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അഫാൻ ഈ ശുചിമുറിയുടെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ തൊട്ട് കുറച്ച് മാറി അകലെയായിട്ടാണ് ഈ പറയുന്ന വാർഡൻ നിന്നിരുന്നത്. അപ്പോൾ ഉണക്കാനിട്ടിരുന്ന അവിടെ ഈ അലക്കിയ ശേഷം ഉണങ്ങാനായിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് അകത്ത് കയറി ശുചിമുറിക്ക് അകത്ത് കയറി. ഈ ശുചിമുറിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡോറില്ല. ആ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഈ മുണ്ട് കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഞരക്കും ശബ്ദവും കേട്ട് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഓടി അവിടെ എത്തി. അയാൾ വിളിക്കുകയും മറ്റു തടവുകാർ TV കണ്ടുകൊണ്ടിരുന്ന മറ്റു തടവുകാരെല്ലാം ഓടിയെത്തുകയും അപ്പോൾ തന്നെ അഴിച്ചിറക്കി ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അഫാന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വെഞ്ഞാറമ്മൂട് നടന്ന ആ ഒരു കൂട്ടക്കൊലപാതകം. അപ്പം അതിൽ 23 വയസ്സുള്ള അഫാൻ ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചു ഗുരുതരാവസ്ഥയിലാണ് ഇപ്പം എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം ന്യൂസിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വെഞ്ഞാറമ്മൂട് നടന്ന ആ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ സ്വന്തം പിഞ്ച് അനിയനെയും അതേപോലെ അച്ഛൻ്റെ അമ്മേനെയും അച്ഛൻ്റെ സഹോദരനെയും സഹോദര ഭാര്യേനെയും അടക്കം കൊല്ലുകയും അതേപോലെ അമ്മേനെയും കൊല്ലാൻ നോക്കിയെങ്കിലും അമ്മ മാത്രം രക്ഷപ്പെടുകയും അമ്മ മരിക്കേണ്ടതായിരുന്നു. കാരണം തലയ്ക്ക് അത്രയും മുറിവുകളേറ്റ് അതേപോലെ ഒരു പേഷ്യന്റും കൂടെ ആയ അമ്മേനെ അത്രയും മാരകമായിട്ട് മരിക്കത്തക്ക രീതിയിലാണ് അവനെ ഉപദ്രവിച്ചത്. പക്ഷെ അമ്മ മാത്രം ജസ്റ്റ് ഒന്ന് മിസ്സായി. എന്നിട്ടും ഈയിടെ വലിയ വിഷയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ അമ്മ അഫാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അഫാനെ കാണണം എന്നും അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് വലിയൊരു വിവാദമൊക്കെ ആകുകയും എല്ലാവരും അമ്മയ്ക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അഫാനെ കുറിച്ച് വലിയ ന്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ജയിലിൽ വെച്ച് കൂടുതൽ ഇങ്ങനത്തെ ഇത്രയും ക്രിമിനൽ കേസുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് താമസിപ്പിക്കുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെയാണ് ഈ അഫാനെയും താമസിപ്പിച്ചിട്ടുള്ളത്. നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഈ ജയിലിലുള്ളവർക്ക് ഒരു പ്രത്യേക ദിവസമാണ്. അവർക്ക് TV കാണാം, നല്ല ഫുഡ് കിട്ടും, അതേപോലെ അവർക്ക് അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കാൻ പറ്റുന്ന ദിവസമാണ്. ഇത് ന്യൂസിൽ പറയുന്നത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. നമുക്കാണെങ്കിലും ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാൽ എന്താ സുഖമാണല്ലേ. TVക്ക് TV, ആരെ വേണം ഫോൺ വിളിക്കാം, നല്ല ഫുഡും കിട്ടും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ക്രിമിനൽ കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നിരുന്നാലും ഒന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളാണല്ലോ, എന്നിട്ടാണല്ലോ വലിയ തൻ്റെ ഇടത്തോടെ സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് ഞാനിങ്ങനെ 3 ആളിനത്തെ അവിടെ കൊന്നിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. എലിവേഷൻ കഴിച്ചത് വലുതായിട്ടൊന്നും ഏറ്റില്ല. അപ്പം രണ്ടാമതും ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഇവന് കൂടുതൽ കെയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം വെളിയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു ലുങ്കി എടുത്തുകൊണ്ട് വന്ന് ശുചിമുറിയിൽ കയറി അവിടുത്തെ ഒരു കമ്പിയിൽ കോർത്തിട്ട് ഇവൻ ഞരങ്ങുന്ന മൂളുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ജയിൽ അധികൃതർ വന്ന് അവനെ രക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ രക്ഷിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്നാണ് ന്യൂസിലൊക്കെ കേൾക്കാനായിട്ട് ഇടയായത്. കൂടുതൽ അപ്ഡേഷനൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ന്യൂസിനെ പറ്റിയുള്ള കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ നമ്മുടെ ടാക്സും മറ്റുള്ളതും കൊണ്ട് ഇങ്ങനെയുള്ളവന്മാർ ജയിലിലൊക്കെ കിടന്ന് തിന്നു കൊഴുത്ത് അവർക്ക് TV കാണാം, ഫോൺ വിളിക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെ എന്തിനാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? ഒരാളെ കൊന്നതോ അല്ല ഒരു കൈപ്പിഴവിൽ കൊന്നതോ അല്ല, മനഃപൂർവ്വം കരുതിക്കൂട്ടി മുൻപേ പ്ലാൻ ചെയ്ത് 3-4 പേരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 അല്ല, ആ അമ്മയും കൂടെ മരിച്ചിരുന്നെങ്കിൽ 5 പേരെ കൊന്ന ഒരാൾക്ക് എന്ത് സുഖമാണ് ജയിലിലല്ലേ. അവർക്ക് നല്ല ഫുഡ് കിട്ടും, നല്ല ഇന്ന് TV കാണേണ്ട ദിവസമാണ്. എല്ലാ ഞായറാഴ്ചയും നോക്കി എല്ലാ ഞായറാഴ്ചയും ഓരോ സിനിമ. അതേപോലെ അവർക്ക് ബന്ധുക്കളെയൊക്കെ ഇന്ന് വിളിക്കാം. അപ്പോൾ കൂടെയുള്ള സഹതടവുകാരൻ ബന്ധുക്കളെ വിളിക്കാൻ പോയ സമയത്ത് അവനെ നോക്കാൻ ഏൽപ്പിച്ചേക്കാണ് ഈ അഫാൻ. തിരിയുന്നതും അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുവാണ് കൂടെ കിടക്കുന്ന ആളെ. ആ ഒരു സഹതടവുകാരനെ അങ്ങനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചേക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എന്നിരുന്നാലും അവനൊന്ന് മാറിയ സമയം പോയി അവൻ ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തില്ല കേട്ടോ, ചെയ്യാൻ ശ്രമിച്ചു. അപ്പം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയുന്നത്.
ഒരിക്കലും അവന് സ്വസ്ഥത കിട്ടത്തില്ല. അവൻ്റെ മനസ്സിൽ മറ്റേ അച്ഛൻ്റെ അമ്മേനെ കൊന്നതോ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യേനെ കൊന്നതുപോലും അവനെ വേദനിപ്പിച്ചിട്ടില്ലേലും അവനായിട്ട് എടുത്തുകൊണ്ട് നടക്കുകയും ഭക്ഷണം വാരി കൊടുത്ത് അവനായിട്ട് കൊണ്ടു നടന്ന് അവൻ്റെ കുഞ്ഞനുജനെ കൊന്നതിന് ആ ഒരു പശ്ചാത്താപം ജീവിതത്തിൽ അവന് മറക്കാനോ മായ്ക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാളും കൂടെ അവൻ ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം അവൻ രക്ഷപ്പെടുന്നതാണ് നല്ലത്. അവൻ ആ ഒരു നീറി കുറേ നാളും കൂടെ ജീവിക്കണം. എന്നാൽ അതാണ് അവന് വേണ്ട ശിക്ഷ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരുപാട് പേര് കമൻസിലാണെങ്കിൽ അവൻ ഇപ്പം തന്നെ ആദരാഞ്ജലികൾ നേർന്നു, ഒരാളുടെ മരണത്തിൽ ഇത്രയേറെ സന്തോഷിക്കുന്നു, അപ്പം അവൻ പെട്ടെന്ന് മരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള ആശംസകൾ നേരുന്നു, എന്തിനാണ് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കമൻസ്. ഒരു കമൻറ്റ് പോലും അവൻ മരിക്കണ്ടായിരുന്നു, അവൻ രക്ഷപ്പെടട്ടെ, അങ്ങനെ ഒരു കമൻറ്റ്. അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അവൻ ചെയ്ത് കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആ ഒരു വാർത്ത 23 വയസ്സുള്ള, അതേപോലെ തന്നെ അവൻ്റെ കാമുകിനെയും കൊന്നു. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. അയ്യോ, അത് ഞാൻ വിട്ടുപോയതാണേ. കാരണം കുറേ എണ്ണത്തെ കൊന്നല്ലോ, നമ്മളെങ്ങനെ അതൊക്കെ ഓർത്ത് വെക്കുന്നത്. അവനവൻ്റെ കാമുകീനെ, അവൻ്റെ അച്ഛൻ്റെ അമ്മേനെ, അതേപോലെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യേനെ, സ്വന്തം അമ്മേനെ കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ പിഞ്ചോമനയായ സ്വന്തം അനിയനെയും കൊന്നു കളഞ്ഞു. അതും ചുമ്മാ ഒരു വിഷം കലക്കി കൊല്ലുവോ അങ്ങനെയൊന്നും അല്ല. തലയ്ക്ക് അടിച്ച് അതിക്രൂരമായിട്ടാണ് ഈ എല്ലാവരെയും കൊന്നിട്ടുള്ളത്. അത്രയും രക്തം ചിന്തിയാണ് ഇവൻ ആ ആൾക്കാരെയൊക്കെ കൊന്നത്. എന്നിട്ട് ജയിലിൽ പോയി സുഖമായിട്ട് ടിവിയും കണ്ട് ഫുഡും കഴിച്ച കിടക്കുകയാണ്. ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന. ഇവന്മാരൊക്കെ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് ജയിലിൽ പോകുമ്പോൾ ഈ സുഖവാസത്തിന് വേണ്ടി പോകാൻ വേണ്ടി ആൾക്കാർ ഇപ്പോഴത്തെ നമ്മുടെ നിയമവും ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ പണിക്കൊന്നും പോകണ്ട, സുഖമായിട്ട് തിന്നും കുടിച്ചും ഉറങ്ങിയും ടി വി കണ്ടും വിളിക്കേണ്ടവരെയൊക്കെ ഫോണും വിളിച്ച് സുഖമായിട്ട് ജീവിക്കാന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ നിയമം ആ ഒരു ലെവലിലായി പോയത് കൊണ്ട് തന്നെയാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ് നിങ്ങളുടെ ഈ വാർത്ത കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.